പ്രിൻസ് ആൻഡ് ഫാമിലി ഉണ്ട്. റീസെന്റ് ആയിട്ട് വന്ന ദിലീപേട്ടന്റെ കുറച്ച് പടങ്ങളുണ്ട്. ഈ ബാന്ദ്ര, തങ്കമണി പോലുള്ള കുറേ സാധനങ്ങളൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ഡീസന്റ് പടമാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ദിലീപേട്ടന്റെ കഴിഞ്ഞ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഡീസന്റ് പടമാണ്. ഈ പടത്തിലെ ഫസ്റ്റ് ഹാഫ് തിരക്കിട്ടില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോമഡി എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിലീപേട്ടൻ്റെ സിനിമകളിലൊക്കെ കണ്ട ചില തനി സ്ലാപ്സ്റ്റിക് കോമഡികൾ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. സിറ്റുവേഷണൽ ടൈപ്പ് കോമഡികൾ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ നൈസായിരുന്നു പടത്തിനകത്ത്. ഇത് സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പം ഈ സോഷ്യൽ മീഡിയ, അതിൻ്റെ ലൈഫും പരിപാടിയും കാര്യങ്ങളൊക്കെ കുറേ കാണിച്ച് പോകുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഈ സോഷ്യൽ മീഡിയയും അതിൻ്റെ കണ്ടൻസ് അല്ലെങ്കിൽ അതും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനൊരു മീറ്റർ ഉണ്ട്. ആ മീറ്ററിനപ്പുറത്തേക്ക് ഇതൊക്കെ കാണിച്ച് കൂട്ടുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ചിലപ്പം കൈവിട്ട് പോകുന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എനിക്ക് കണ്ടപ്പോഴത്തേക്ക്, സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ തോന്നി. പിന്നെ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ്, എനിക്കൊന്ന് അതാണ് ഈ പടത്തിലെ ഏറ്റവും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത സാധനം. ഒരു ഭയങ്കര വീക്ക് സ്ക്രിപ്റ്റ് ആയിരുന്നു. പിന്നെ ഈ പടത്തിൽ മഞ്ജു പിള്ളയുടെ റോള് നൈസ് സാധനമായിരുന്നു. നല്ല റോളായിരുന്നു പുള്ളിക്കാരിയുടെ. പിന്നെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും നൈസായിരുന്നു. ദിലീപേണ്ണ പിന്നെ പറയണ്ട, പുള്ളി എന്താ പറയുക, പുള്ളിയുടെ ഇമോഷണൽ പരിപാടികളൊക്കെ നൈസായിരുന്നു. നൈസ് പെർഫോമൻസ് ആയിരുന്നു അതൊക്കെ. അങ്ങനെ എല്ലാവരും നൈസായിരുന്നു. ധ്യാൻ ശ്രീനിവാസനും ഇതിനകത്തൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നായികയുടെ പെർഫോമൻസും അങ്ങനെ കുറച്ച് ആൾക്കാരുടെ അത്ര ഒരു തോന്നിയില്ല. ബാക്കി എല്ലാവരും നൈസായിരുന്നു പടത്തിനകത്ത്. പാട്ട് നൈസായിരുന്നു. ഒക്കെ നൈസ് പരിപാടികളായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് പടം പക്കയായിരുന്നു. മീൻസ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല കുറേ കോമഡിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് മൊത്തത്തിൽ വീക്കാവുകയും എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയതിൻ്റെ ഇതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്.